ഒന്നും പറയണ്ട, വീട് പണി തുടങ്ങിയേക്ക്. പറയണ്ട, എല്ലാ കടമൊക്കെ മേടിച്ചാണ് വീട് പണി തുടങ്ങി. പണിക്കാരാണെങ്കിൽ ഒന്നും പറയണ്ട, മണഗുണാൻ്റെ കുറേ പണിക്കാരും ആകെ പണിയെടുക്കണം. അരിവപ്പാട് ഇവിടെ വന്നിട്ട് ഒന്നും പറഞ്ഞ ഞാൻ അങ്ങാടൊന്നും മാറിക്കാൻ ഇവന് അപ്പുറത്തേക്ക് ഓടി ഇപ്പുറത്തേക്ക് വരും. ഇത് എവിടെ പോലെ നീ മൂത്രമൊഴിക്കാനാണ്. ഇടാ, നിനക്ക് കുറെ നേരം അതിന് മൂത്രം ഓസിറം. ഞാൻ വേഗം വരാം, വേഗം വരാം. വീട്ടിൽ നിന്ന് മരക്കിട്ടാണ് നീ പോന്നേക്കള്. എന്താടാ ഇതിനോട് എന്ത് പണിയാണ് ഞാൻ പറഞ്ഞത്? തൊട്ടില് കട്ടില് പണിയാൻ പറഞ്ഞപ്പോ തൊട്ടില് വെറുതെ വെച്ചേക്കണം. അല്ല, കട്ടില് തൊട്ടിലാക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇത് പണിയണേ കാശ് മുടക്കണ ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പണിതാ മതി. പണി ഒന്ന് പതുക്കി അടിക്കടാ. എടാ, അപ്പുറം ഇപ്പുറൊക്കെ വീടുകളല്ലേ, നിന്റെ അടി കാരണം അവർ ഉറങ്ങിയിട്ടില്ല. എന്നോട് പരാതി പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിട്ട് ഒരു കാര്യം പറയട്ടെ, വരുമ്പോ മൈക്ക് സെറ്റ് എടുത്തിട്ട് പോയി. എന്തിനാ? അല്ല, ഞാനിവിടെ ഇങ്ങനെ അടിക്കുമ്പോഴേ മൈക്ക് ഇങ്ങനെ വെക്കുക, കോളാമ്പിൽ നമുക്ക് മരടി ടെൻഷനിൽ കൊണ്ട് വെക്കാം. അപ്പൊ ഇവിടെ അടിക്കണ സൗണ്ട് അങ്ങോട്ട് പോയി കൊള്ളൂ. അതാ പോയി മൈക്ക് എടുത്തിട്ട് വരാം. ഓട്ടോട്ടെ. சாமி என்ன பண்ணிருக்க? എന്താടാ എന്ത് തെറിയാടാ ഈ പറഞ്ഞത്? என்ன வேலை எங்க இருக்கு என்ன சொல்றேன். அங்க கூலி கூத்தனா கூலி என்னன்னா கூலி கூலி குத்தണം. நான் குடிக்க கூடாதுப்பா. அது என்ன கண்டதுன்னு അറിയില്ല കുളിക്കൂലെന്ന്. வேலை எங்க இருக்கு? ஏனா அங்கே போய் பணியெடுக்கடா. அங்கேயா? அங்கே அங்கே குளி குத்து. ஓகே. சரி சரி சரி. എടാ, എന്താ നീ കാണിക്കണേ? നീ ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചല്ലേ? സെക്കൻഡ് കോട്ട് അടിക്കണ്ട ആശാന. സെക്കൻഡ് കോട്ട് അടിക്കട്ടെ. എടാ, നല്ലോണം വലിച്ച് അങ്ങാടും ഇങ്ങാടും മാറി മാറി അടിക്ക്. വട്ടത്തിലടിക്കാനാണ് വട്ടത്തിൽ നീളത്തേക്ക് എങ്ങനെ അടിച്ച് നീക്കാൻ നോക്ക്. ഇതില്ലേ, നമ്മൾ ഈ വട്ടത്തിലടിക്കണം നീളത്തിലടിക്കണം എന്താ വ്യത്യാസം? എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ വന്നെ എന്താ ഇപ്പൊ പറഞ്ഞുതരാ. മനസ്സിലായോ എന്താ പറഞ്ഞെന്ന്? അതാണല്ലോ വ്യത്യാസം. അതാ വ്യത്യാസം. വട്ടത്തിൽ തന്നെ പണി തീർത്ത് കൊടുക്കണ്ടേ? പിടിമീൻ അടിക്കണങ്ങട്. നീ എന്ത് കാണിക്കണത്? കുറെ നേരം കിടന്ന് പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ. അങ്ങനെ അടി അടി. അടിക്ക്. അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് അത് പിടിപിടി അടിക്കാണ്ടിങ്ങനെ കാര്യം നടക്കണ? പെട്ടെന്ന് അടിക്ക്. അത് പണി തീർത്ത് കൊടുക്കണ്ടേ? പക്ഷെ എന്ത് കാണിക്കണ? വരണ്ടല്ല, എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നാ. എന്താണ് പ്രശ്നം? ഇവിടെ രാവിലെ ചായക്കട ടി വി ജംഗ്ഷനിൽ നിൽപ്പുണ്ടായിരുന്നു. ടി വി ജംഗ്ഷനിൽ ചായക്കടയിൽ എന്റെ അടുത്താണ് അവന്റെ കളി. അവരോട് പറഞ്ഞേക്കിട്ട് വേറെ ആളായി പോയി നോക്കാനായിട്ട്. എന്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറാം. ആളെ ആരാണെന്ന് അറിയാൻ പാടില്ല. കൊന്നിനെ കുഴിച്ചുകൂടി നീ അധികം കളിക്കാൻ അടങ്ങി ഒതുക്കിട്ട് ഇരുന്ന് എല്ലാവർക്കും കൊള്ളാട്ടാ. ഇതൊക്കെ പണിയാണ്. അടിക്കാൻ വിളിക്കുന്നല്ലോ. എന്റെ രമേശനുള്ള കാര്യം എന്റെ മേക്കപ്പ് കേട്ടണെന്തിനാണ്? പലതുണ്ടാവും. രാവിലെ ചവിട്ടിക്കാൻ പോയത് ഇപ്പൊ ഉറപ്പായിട്ട് കൊട്ടിയ കാണാനാണ്. പ്രശ്നം ഉണ്ടാക്കലോ ഉണ്ടാക്കരുന്ന പ്രശ്നം കാണാൻ പോണേയുള്ളൂ. നീക്ക അവിടെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കില അവനെ കത്തി കൂട്ടിയിട്ട് കൊള്ളിലും മുഴുവൻ പുറത്തെടുത്തു ഞാൻ. അല്ലെങ്കിൽ അവന്റെ കഴുത്ത് വെട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും കയ്യിലെ കളി എന്തെങ്കിലും ഞാൻ വെട്ടി കൊടുത്തിട്ട് ഇരിക്കുള്ളൂ. എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. ആരോട് അവന്റെ കളി? ആരോടെ? എനിക്ക് പേടിക്കരുത്. അവൻ എര വരട്ടെ. എന്റെ എര ഇങ്ങോട്ട് ഇടിച്ചാൽ കൊന്നുകളെ ഞാൻ. അവൻ ഇവിടെ വന്നാണ്ടല്ല അവിടെ തലയാൻ വേണ്ടി അരിഞ്ഞങ്ങ് ഇട്ടു ഞാൻ. എടാ രതീഷേ, ഉളിക്ക് മൂർച്ചേക്കടല്ലേ? പിന്നെ ഒന്നുകൂടി രാഗി വെച്ചോ അങ്ങോട്ട്. ആൻഡോ, നീ പറഞ്ഞ ആളുകൾ വന്നുണ്ട്. അയ്യപ്പതൊന്നും കാണിക്കാൻ നിൽക്കരുത്. അവൻ അടുത്തെത്തിയ അവൻ വന്നുണ്ട്. ഒരു പീടിയാണടാ. എന്ത് വെയിലാണ്. ലൈറ്ററാണല്ലോ. ബീഡിയാടാ.
മാറിപ്പോ താങ്ക് എന്നടാ അതിൻ്റെ യു തന്നല്ലോ ഓർഡർ വന്നാ ശരി ശരി ആ മതിൽ കഴിഞ്ഞവൻ ആ വളവ് കഴിഞ്ഞ നിന്റെ കുടുംബത്തായി പോയാൻ വന്നുപോയത് അല്ലെങ്കിൽ അവർ തളയാൻ വെട്ടി ഇവിടെ അരിഞ്ഞിട്ടറിയൻ എൻ്റെ അടുത്താണ് കളി ഇനി വരാൻ നേരത്തെ അവൾ പറഞ്ഞേക്കണം എൻ്റെ നേരെ വന്നു പോർന്നു കേട്ടാ ആ പോയല്ലേ